24 ബിഗ് എക്സ്ക്ലൂസീവ് ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സർക്കാരിനെയും സിപിഐഎമ്മിനെയും പിടിച്ചുലയ്ക്കുന്ന രാഷ്ട്രീയ ബോംബുമായി മുതിർന്ന സിപിഐഎം നേതാവ് ഇ.പി. ജയരാജന്റെ ആത്മകഥ. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥയിൽ പറയുന്നു. ഇതടക്കം സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ഭാഗങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിലുണ്ട്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇ.പി. ജയരാജന്റെ പ്രതികരണം. ഇതൊന്നും ഞാനൊരു ബന്ധമുള്ളതേ അല്ല. ഞാനിങ്ങനെ ഒരാളെ എഴുതാനും പിന്നെ ഇത് പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുമില്ല. ഒരു DC ബുക്സുകാരും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ട് നേരുന്ന കുറച്ച് പേജ് വാങ്ങി എന്തോ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ എന്തോ ബിസിനസ് താല്പര്യത്തിന് വേണ്ടി എന്തോ എഴുതി വെച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു. അത് ഇന്ന് തന്നെ തിരഞ്ഞെടുത്തത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി. ഇന്ന് 10 ഉദ്ഘാടനം വെച്ചിരിക്കില്ല ആര്? അതിൽ തന്നെ ഇതിൻ്റെ കള്ളത്തരം വ്യക്തമല്ലേ? ഞാൻ എഴുതിയ പുസ്തകം ഞാനറിയാതെ ഇന്ന് പ്രകാശനം. പ്രതിരോധത്തിലായ സിപിഐഎം ആകട്ടെ ഗൂഢാലോചനയെന്ന് പറഞ്ഞ് വിവാദത്തെ തള്ളുകയാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരവാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടല്ല. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൊടുക്കട്ടെ. ഇപ്പോൾ ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ രചന നടത്തുന്നതും ഒക്കെ പാർട്ടിയോട് മുൻകൂർ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. പുസ്തകത്തിന്റെ പ്രസാധനം നീട്ടിവെക്കുകയാണെന്ന് DC ബുക്സും അറിയിച്ചു. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ടോബി ജോൺസൺ നമ്മോടൊപ്പം ചേരുകയാണ്. ടോബി, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും ഒരു കട്ടൻ ചായയും പരിപ്പുവടയും കേരള രാഷ്ട്രീയത്തെ എങ്ങനെ പിടിച്ചുകുലുക്കുന്നുവെന്ന് രാവിലെ ടോബി കൊണ്ടുവന്ന ഈ വാർത്തയിലൂടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ DC ബുക്സ് പോലെ ഒരു പ്രസാധകർ അത് അവരെ ഏൽപ്പിക്കാത്ത ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ധൈര്യപ്പെടുമോ എന്ന ചോദ്യം ഒരു വശത്ത്. ഇ.പി. ജയരാജൻ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്, അദ്ദേഹം അങ്ങനെ ചെയ്യില്ല, വിശ്വാസമുണ്ടെന്ന പാർട്ടിയുടെ ഒരു പ്രസ്താവന മറുഭാഗത്ത് DC ബുക്സ് പ്രസാധനം നീട്ടിവെക്കുന്നു. ഈ മൊത്തത്തിൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകാവുന്ന ചലനങ്ങൾ എന്തൊക്കെയാണ്? ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാവാം? വലിയ കോളിളക്കങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കാവുന്ന സാധ്യതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ തന്നെ DC ബുക്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് പുറത്തുവിട്ടിരുന്നു. പുസ്തകം ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ അതിന്റെ പ്രൂഫ് റീഡിങ്ങും മറ്റും പൂർത്തിയാക്കി പ്രസിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് പ്രിന്റ് ചെയ്ത് കഴിയും, പുറത്തു വരുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിച്ചത്. അതിനു മുൻപ് തന്നെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. എന്നാൽ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഇ.പി. ജയരാജൻ നിലപാട് മാറ്റുകയായിരുന്നു. DCക്ക് ഈ ബുക്ക് താൻ ഏൽപ്പിച്ചിട്ടില്ല, ഇങ്ങനൊരു പ്രകാശനം നടത്താൻ താൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൽ ഇനിയൊരു വ്യക്തത നൽകേണ്ടത് DC ആണ്. DC എന്തായാലും ഇപ്പോൾ അത് തൽക്കാലത്തേക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നീട്ടിവെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിലുള്ള കണ്ടന്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ കുറെ നാളുകളായി ഇ.പി. ജയരാജൻ എന്ന രാഷ്ട്രീയ നേതാവ് നേരിടുന്ന ചില വിവാദങ്ങളുണ്ട്. അദ്ദേഹം അതിൽ പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുണ്ടായ ആ രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും പാർട്ടിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും അടക്കം വിമർശിക്കുന്നതിലേക്കും ഇ.പി. കടന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ, സരിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങളിൽ ഇ.പി. ജയരാജൻ ചില അതൃപ്തി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി വലിയ ചർച്ചയായി എന്ന് വേണം ഇന്ന് പറയാൻ. എന്തായാലും ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇ.പി. ജയരാജനും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ DC ബുക്സ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണം നൽകുന്നു എന്നാണ് നമുക്കറിയാനുള്ളത്. ഇപ്പോൾ ഇതിന്റെ കണ്ടന്റ് സംബന്ധിച്ചുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇ.പി. ജയരാജൻ തന്നെ DCയുമായി ബന്ധപ്പെട്ടു, DC ബുക്സുമായി ബന്ധപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി പുസ്തകം വരുമ്പോൾ ഇതിന്റെ കണ്ടന്റ് മാറാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പുസ്തകമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന്റെ BJP ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി അടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. LDF സ്ഥാനത്ത് നിന്നും കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നു. അതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അത് തന്നെ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ടോബി ജോൺസൺ ആണ്
ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി ആർ ശ്രീജിത്ത് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് പഴയൊരു തെരഞ്ഞെടുപ്പ് ദിനത്തിലേക്ക് പോയാൽ അതിൻ്റെ ഒരു തനിയാവർത്തനമെന്ന് തോന്നും. കാരണം ഇന്ന് വോട്ടേഴ്സ് പോളിംഗ് ബൂത്തിൽ എത്തും മുമ്പ് ഇത്തരത്തിലൊരു ബോംബ് വീഴുന്നു. ഇനി ഈ പുസ്തകത്തിൻ്റെ ഏടുകൾ നമ്മൾ മറിക്കുമ്പോൾ ഇത് പാർട്ടിയെ മാത്രമല്ല മറ്റു പാർട്ടികളിലുള്ളവരെ കുറിച്ച്, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടല്ലോ, മറ്റു പാർട്ടികളെയും രാഷ്ട്രീയ കേരളത്തെ തന്നെയും പിടിച്ചുകുലുക്കാവുന്ന എന്തൊക്കെ പരാമർശങ്ങളാണ് ഇതിലുള്ളത്? ഇത് ഏത് രീതിയിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാകും? ക്രിസ്ത്യന രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ദിവസമായി ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് ദിവസവും മാറിയിരിക്കുന്നു. അതിൻ്റെ കാരണം ഇ പി ജയരാജൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. ഇവിടെ ഇ പി ജയരാജൻ അത് പാടെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി തന്നെ ഒരു വസ്തുതയാണ് എന്ന കാര്യം പറയേണ്ടിയിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസവും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വലിയ തോതിൽ ശ്രദ്ധ നേടി. അത് ഫലത്തെ സ്വാധീനിച്ചു എന്നടക്കമുള്ള വിമർശനം CPIM-ൻ്റെ പാർട്ടി ഫോറങ്ങളിലും ഇപ്പോൾ നടക്കുന്ന സമ്മേളനങ്ങളിലും അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇ പി ജയരാജൻ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത് എന്തുകൊണ്ടാണ് എന്നതാണ്. അതായത് കഴിഞ്ഞ കുറേ കാലമായി പാർട്ടി നേതൃത്വവുമായി അദ്ദേഹം അകൽച്ചയിലാണ്. അദ്ദേഹത്തെക്കാൾ ജൂനിയറായ MV ഗോവിന്ദൻ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുതലാണ് ഇ പി ജയരാജൻ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗം കഴിഞ്ഞ് പോയതിൽ പിന്നെ ഇ പി ജയരാജൻ പിന്നീട് CPIM-ൻ്റെ പാർട്ടിയുടെ സംസ്ഥാനതല യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. എന്നാൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ അവസാനം നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ MV ഗോവിന്ദനെയും ഇ പി ജയരാജനെയും ഒരുമിച്ചിരുത്തി സംസാരിച്ചു. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വരുന്നത്. പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയത് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച. ശരി ശ്രീജിത്ത്, തുടരും.